മേഘ, കഴക്കൂട്ടത്ത് നിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വളരെയധികം കൗതുകം തോന്നുന്ന അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന ഒരു വാർത്ത നമുക്ക് പറയേണ്ടി വരും. കാരണം 6 പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലിരിക്കെ 6 പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട കാറിൽ മദ്യപിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെ 6 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിപ്പോൾ ആശാന് അടുപ്പിലുമാകാം എന്നുള്ള ഒരു പഴഞ്ചൊല്ലിനെ അർത്ഥവത്താക്കുന്നതാണോ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുവരുന്നത്? ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് ആദ്യം വന്നത്. ഞാൻ ആ വീഡിയോ ഒക്കെ കാണുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു പണി കിട്ടും എന്ന് വിചാരിച്ചായിരിക്കില്ലല്ലോ അയാൾ ഇത് ചെയ്തതെന്ന്. ഈ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ ചിത്രീകരിച്ചത് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു സാധാരണ വ്യക്തിയാണ്, പോലീസുകാരൊന്നും അല്ല. ഇവരോട് കലിപ്പുള്ള ആരോ ആണ് ഇത് ചെയ്തത് എന്നാണ്. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് ഈ സംഭവം. കഴക്കൂട്ടം കുറച്ച് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. 6 പേര് ഒരുമിച്ചിരുന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ, പോലീസ് ജീപ്പിലൊന്നുമല്ല, സ്വകാര്യ വാഹനത്തിൽ പരസ്യമായി മദ്യപിക്കുന്നു. ഒരു കാര്യം ഹർഷ ചോദിച്ചില്ലേ, ആശാൻ അടുപ്പിലും ആവാമോന്ന്. ഇപ്പോൾ അതേ റോഡിൽ ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ 6 പേർ ചേർന്ന് മദ്യപിച്ചിരുന്നെങ്കിൽ ഇവരുടെ സമീപനം എന്താവുമായിരുന്നു? ഇവരെങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? തീർച്ചയായും ഉറപ്പായി 3-ാം മുറയടക്കുകയോ അവരോട് ദേഷ്യപ്പെടുകയോ അവിടെ നിന്ന് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ ഫൈൻ അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇരുന്ന് ഇതേ പരിപാടി വളരെ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് മറ്റൊരു വ്യക്തിയുടെ മകളുടെ വിവാഹത്തിന് പോകാനായിട്ട് ഒന്ന് ചാർജ് ചെയ്യാണ് അവർ ചെയ്തത്. റോഡിൽ വണ്ടി ഇടുന്നു. ഒന്ന് ആലോചിക്കണം. ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന മനുഷ്യരാണ്, ഉദ്യോഗസ്ഥരാണ്, അതുപോലെ തന്നെ മാതൃകയാകേണ്ട ഉദ്യോഗസ്ഥരാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടുന്നവരാണ്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പോലീസുകാർക്ക് ഇത് ചെയ്തു നമ്മൾ ചോദിക്കുന്നില്ലേ? ഇതേ ചോദ്യം ഉന്നയിക്കപ്പെടുമെന്ന് ചിന്തിക്കേണ്ട മനുഷ്യരാണ്. അതുപോലും ആലോചിക്കാതെ ഈ ജോലി സമയത്ത് അല്ലെങ്കിൽ തന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന്റെ മുൻപിലിരുന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രതികൾ ഇതിന്റെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന പ്രതികൾ ഇതിന്റെ വീഡിയോ എടുത്ത് ചിത്രീകരിച്ചു. ഇതൊക്കെ ചിന്തിക്കാനുള്ള ബോധം, ഇതെല്ലാം മനസ്സിലാകാൻ പറ്റുന്ന എന്താണെന്നറിയോ? അധികാരം കൊണ്ട് കണ്ണു മൂടപ്പെട്ട മനുഷ്യരെയാണ്. എന്നെ ആർക്കും തൊടാൻ കഴിയില്ല, ഞാൻ പോലീസുകാരനാണല്ലോ, എന്നെ ആരും ചോദ്യം ചെയ്യാനാ. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അതിനകത്ത് ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, സാർ സീനാവില്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മളോടൊക്കെ ആര് ചോദിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അതിനകത്തുള്ള കോൺവെർസേഷൻ അതായിരിക്കുമല്ലോ. ഒരു ഭയവുമില്ലാതെ 6 പേർ. പോലീസുകാര് പ്രതികളെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, പ്രതികൾ ഇപ്പൊ പോലീസുകാരെ പിടിക്കുന്നത് നമ്മള് വല്ലപ്പോഴും ഒക്കെ ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ 6 പേർക്ക് സസ്പെൻഷൻ കിട്ടി. ഇനി കുറച്ചുനാൾ വീട്ടിലിരിക്കാം, പക്ഷേ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും തിരിച്ചു വന്ന് ഇത് തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് ആദ്യത്തെ തവണ ആവണമെന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക, പോലീസ് സ്റ്റേഷന്റെ മുന്നിലിട്ട് മദ്യപിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനുള്ള കോൺഫിഡൻസ് ലഭിച്ചു. ആ കോൺഫിഡൻസ് എവിടെ നിന്നായിരിക്കും ലഭിച്ചത്? ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ഇതായിരിക്കണമല്ലോ. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, ഇനിയും റിപ്പീറ്റ് ചെയ്യപ്പെടും. ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഈ പോലീസുകാർക്ക് എന്തും ചെയ്യാം, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ആര് ചോദിച്ചാലും കുറച്ചുനാൾ വീട്ടിലിരുന്നിട്ട് തിരിച്ചു വന്ന് ജോലി ചെയ്യാം എന്നുള്ളൊരു ധാർഷ്ട്യം നിറഞ്ഞ ഒരു ചിന്തയുണ്ടല്ലോ, അത് കൊടുക്കുന്നത് ഇവിടുത്തെ സർക്കാർ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഈ പോലീസുകാർക്ക് ഈ 6 പേർക്ക് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 മാസം ആയിക്കോട്ടെ, 15 ദിവസം ആയിക്കോട്ടെ, അവർക്ക് ഹാഫ് സാലറിയോട് കൂടിയുള്ള സസ്പെൻഷൻ ആണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ്. അപ്പോൾ ആ പൈസ കൊണ്ട് അവർ കൃത്യമായി ഒരു ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പകുതി ശമ്പളത്തോടു കൂടി വീട്ടിലിരിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു ലീവായിട്ടോ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോലെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാനുള്ള ഒരു അവസരമായി ഇത് മാറ്റാവുന്നതാണ്. പോലീസുകാരുടെ ഈ ഒരു തോന്നിവാസം, ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാറിൽ പോലീസുകാരുടെ തോന്നിവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. പൊതുജനങ്ങളിൽ സാധാരണക്കാരെങ്കിലും അത് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ പോലീസുകാരെ കാണാൻ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു സാധാരണക്കാരൻ ഈ ഒരു വീഡിയോ എടുത്ത് പുറത്തിട്ടു എന്ന് പറയുമ്പോൾ, പുറത്തു വിടുക എന്ന് പറയുമ്പോഴൊക്കെയും ഈ വ്യക്തി സ്വാഭാവികമായും എന്തിനായിരിക്കാം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവുക? ഒരു പരാതി കൊടുക്കാനോ തന്റെ എന്തെങ്കിലും ആവശ്യം പറയാനോ ആയിരിക്കണം. ആ സമയത്ത് പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം അത്രത്തോളം ദേഷ്യം, ഈ പറയുന്ന വ്യക്തിക്ക് ദേഷ്യം തോന്നാവുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിക്കിൽ ഇടാൻ വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്ക് ഉണ്ടായത്. പക്ഷെ അയാൾ ഇനി ഈ വീഡിയോ എടുത്തത് ആരാണെന്ന് ഈ പോലീസുകാർ അറിയാതിരുന്നാൽ അത്രയും നല്ലത്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ജീവിക്കാൻ സമ്മതിക്കില്ല. തെറ്റിയായും റോഡിൽ ഹെൽമെറ്റ് വെച്ചിട്ടും വെച്ചില്ല എന്നായും അങ്ങനെ റോഡിലുള്ള വിരട്ടലുകളായും ഇതൊക്കെ മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പോലീസുകാരെ തിരിച്ച് ചോദ്യം ചെയ്യാതെ പോകുന്നത്. നമ്മൾ എപ്പോഴും കാണാറുണ്ട്, നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങുന്ന പോലീസുകാർ സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈക്കിൽ പട്രോളിങ്ങിന് പോകുന്ന ആൾക്കാർ ഹെൽമെറ്റ് ഇടാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്നും ചോദ്യം ചെയ്യാൻ കഴിയില്ല, കാരണം നീ തിരിച്ചു വയ്ക്കും. അതെ, പോലീസുകാരാണ്. നമ്മൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തെ കടയിലേക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് പോയിട്ട് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പെറ്റി വീട്ടിൽ വരും. അത് തന്നെയാണ് പറയുന്നത്, ആശാനും അടുപ്പത്തും ആവാം, അവർക്ക് എന്ത് വേണമെങ്കിലും ആവാം, അവരുടെ വണ്ടികളിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.
അതുപോലെ രാത്രി എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാം, നൈറ്റ് പട്രോളിംഗ് എന്ന പേരിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് കിടന്നുറങ്ങാം, അങ്ങനെ പലതും ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും വേറെ ആരും ചെയ്യാൻ പാടില്ല. അവിടെ നിയമങ്ങളെല്ലാം നിയമങ്ങളാണ്. അല്ല, ഇവിടെ ഇപ്പോൾ തലവേദന, ഇപ്പോൾ പോലീസുകാർ എന്ത് ചെയ്താലും തലവേദന ആഭ്യന്തരത്തിന് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു കേസും ആഭ്യന്തരത്തിന്റെ തലയിൽ ഇരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ എന്ത് സംഭവിച്ചാലും, കേരളത്തിൽ എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പോലെ പോലീസുകാർ ഇത്തരത്തിലുള്ള തോന്നിവാസം അവരുടേതായ രീതിയിൽ അവർ ചെയ്യുമ്പോൾ പോലും അവിടെയും ചീത്തപ്പേര് കേൾക്കേണ്ടത് ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്നവർ ഇതിനു മുൻപ് ഇത് ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ കൃത്യമായ ഒരു നിരീക്ഷണമില്ലായ്മയുടെ കുറവ് കൊണ്ട് തന്നെയാണ് ഇത്രയും തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വിഭാഗം ആളുകൾ അവർ തന്നെ ഈ ക്രമസമാധാനം നശിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വെറും ഒരു സസ്പെൻഷനിലൂടെ ഇവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും മാഞ്ഞു പോകുന്ന, ഇപ്പോൾ കുമ്പസരിച്ചാൽ എല്ലാ പാപവും പോർക്കും എന്ന് വിശ്വസിക്കുന്നത് പോലെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതെല്ലാം, ഈ പറയുന്ന തെറ്റുകളെല്ലാം ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം മാറി നല്ലവരായി വരുമെന്നുള്ളതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. പോലീസുകാരാണ്, അവർ തന്നെ അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പൊതുജനങ്ങൾ ചോദിക്കാൻ വരും എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ മാതൃകാ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകുന്നത് പോലെ മാതൃകാ പോലീസുകാരും ഉണ്ടാവണം, എന്നാലേ ജനങ്ങൾക്ക് അതൊരു മാതൃകയാവുള്ളൂ. വണ്ടിയിലിരുന്ന് മദ്യപിക്കാതിരിക്കുക, കൃത്യമായി സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക, കൃത്യമായി ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക, ആൾക്കാരുടെ മേത്ത് കൈവയ്ക്കാതിരിക്കുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഈ പറയുന്നത് വരെ മാതൃകാ പോലീസുകാരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടുപിടിക്കാൻ സാധാരണ ജനത്തിന് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ മദ്യപിച്ചോളൂ, അതിന് നിങ്ങളുടെ സർക്കാരുകൾ തന്നെ നിങ്ങൾക്ക് ബാറുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ബിവറേജ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. സ്വകാര്യ മദ്യപാനത്തിനൊന്നും പ്രശ്നമില്ല. ഇതെല്ലാം പബ്ലിക് സ്പേസിൽ ചെയ്യുമ്പോഴാണ് അതൊക്കെ പ്രശ്നമാവുന്നത്. നിങ്ങൾ മദ്യപിച്ചത് ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലിരുന്ന് മദ്യപിക്കുമ്പോൾ അത് എന്ത് ധാർഷ്ട്യമാണെന്ന് തോന്നിപ്പോകും. ഒരു സാധാരണ മനുഷ്യന് അത് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ സർക്കാർ നൽകുന്ന പാനീയം തന്നെ കുടിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ തെറ്റാണുള്ളത്? അത് ഒരു തെറ്റുമില്ല. പക്ഷേ ഡ്യൂട്ടി ടൈമിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ തന്നെ വന്നിരുന്നു കൊണ്ട് ഡ്യൂട്ടിയിൽ ഇരുന്നു കൊണ്ട് മദ്യപിക്കുക എന്ന് പറയുമ്പോൾ, അതിപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന 4 പേര് മദ്യപിച്ചു, അതിൽ 6 പേർക്ക് സസ്പെൻഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ബാക്കി 2 പേര് നോക്കി ഇരുന്നു കൊണ്ട് സസ്പെൻഷൻ വാങ്ങിയ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതെ, അവർക്ക് പറയാമായിരുന്നു ഇത് ചെയ്യരുത് സർ, ഇത് ചെയ്താൽ നമ്മൾ എയറിലാകും. ഇതുപോലെ 2 പെൺകുട്ടികൾ നേഷൻ ഫസ്റ്റിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിക്കുമെന്ന് അവർ പറയണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മദ്യപിച്ച് നിങ്ങളുടെ സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിന് പോയതിൽ ഒരു തെറ്റുമില്ല. അത് ചെയ്യുന്ന പലരും ഉണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. മദ്യപിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള മൂഡിൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തെറ്റാകുന്നത് ഒരു പബ്ലിക് സ്പേസിൽ ചെയ്തത് കൊണ്ടാണ്, അതും പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചെയ്തത് കൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വണ്ടി ഓഫായി പോയപ്പോൾ 2 പിള്ളേര് കഷ്ടപ്പെട്ട് വണ്ടി തള്ളുകയാണ്. പേടിയാ അതിന്റെ മുന്നിൽ നിൽക്കാൻ. വണ്ടി ഓഫായാൽ പോലും അതിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പേടിക്കുന്ന കുട്ടികളുള്ള ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തായാലും ചോദ്യം ചെയ്യും. ഇനി അടുത്ത 2 ദിവസം ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ ട്രോളുകളായി കാണുകയും ചെയ്യും. അതെ.